ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. ഇന്നത്തെ വീഡിയോ ഗുദിത്ത് മെത്തഡാണ് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരവലടവ് കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഗുദിത്ത് മെത്തഡവ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് എക്സസൈസ് കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പം നമ്മൾ ഗുദിത്ത് മെത്തഡവ് ചെയ്യുമ്പോൾ കാലിനൊക്കെ നല്ല വേദന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് എക്സസൈസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സസൈസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാണാത്തവർ പോയി അത് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗുദിത്ത് മെത്തഡവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാല് ഗുദിച്ചിട്ട് തറയിൽ മെട്ടുന്നതിനെയാണ് ഗുദിത്ത് മെത്തഡവ് എന്ന് പറയുന്നത്. ഗുദിത്ത് മെത്തഡവ് 4 വിധത്തിലുണ്ട്. അതിൽ ഇന്ന് 2 എണ്ണം മാത്രം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, 2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാല് വേദനയും പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത 2 എണ്ണം കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കാനും കൂടെ ഈസി ആയിരിക്കും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 എണ്ണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഗുദിത്ത് മെത്തഡവ് 1 തൊട്ട് 2 വരെ ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗുദിത്ത് മെത്തഡവ് തുടങ്ങുന്നതിന് മുമ്പേ 1-2 എക്സസൈസും കൂടി ഞാൻ കാണിച്ചു തരാം. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കാലിൽ നിന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് ഭിത്തിയിലോ എന്തൊക്കെ പിടിച്ചിട്ട് അതുപോലെ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലത്തെ എക്സസൈസും ഇതിൽ കാണിക്കുന്ന എക്സസൈസും കൂടി ഒന്ന് ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭിത്തിയുടെ അടുത്തെങ്ങാനും നിന്നിട്ട് അതിലൊന്ന് കൈ കൊണ്ടൊന്ന് ബാലൻസ് ഒന്ന് കൊടുത്തേക്കുക. ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി. എന്നിട്ട് കാല് ഉപ്പൂറ്റി പൊക്കി ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉന്തി വെച്ചിട്ട് ബാക്കിൽ ഉപ്പൂറ്റി പൊക്കി കൗണ്ട് ചെയ്ത് ഭിത്തിയിൽ പിടിച്ചിട്ട് നിന്നാലും മതി കേട്ടോ ഫസ്റ്റ്. എന്നാലും ഭിത്തിയിൽ പിടിക്കുന്നെങ്കിൽ ഫുള്ള് സ്ട്രെങ്ത് കയ്യിൽ കൊടുക്കണ്ട, കാലിൽ കൊടുത്താൽ മതി. ഇങ്ങനെ കൗണ്ട് ചെയ്ത് കുറച്ച് നേരം 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്ത് കുറച്ച് നേരം നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ കാലിന് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് കിട്ടും. അതിനുശേഷം ഫ്രണ്ടിൽ പൊക്കിയിട്ട് ബാക്കിൽ ഉപ്പൂറ്റി ഉന്തി ഇതുപോലെ ഭിത്തിയിൽ പിടിച്ചിട്ട് കൗണ്ട് ചെയ്ത് കുറച്ച് നേരം നിൽക്കുക. എത്രത്തോളം നിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം മാക്സിമം നിൽക്കാൻ ശ്രമിക്കുക. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ എത്രത്തോളം നിൽക്കാൻ പറ്റും അത്രത്തോളം കൗണ്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ കാലിനൊരു ബാലൻസ് കിട്ടും. ഓക്കെ, ഗുദിത്ത് മെത്തഡിന്റെ താളം വന്നിട്ട് തേയ് ഹ തേയ് ഹി അങ്ങനെയാണ് ഗുദിത്ത് മെത്തഡിന്റെ താളം. ഇതിൽ നമ്മൾ 4 വീതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഗുദിത്ത് മെത്തഡ്. ഈ 4 വിധത്തിലും നമ്മുടെ കാല് വന്നിട്ട് സെയിം തന്നെയാണ് സ്റ്റെപ്പ്, കൈക്ക് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം ഗുദിത്ത് മെത്തഡ് ഫസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അരമണ്ഡലത്തിൽ ഇരിക്കുക. ഇരുന്നതിന് ശേഷം ഫസ്റ്റ് കാല് കാണിച്ചു തരാം, അതിനുശേഷം കൈ കാണിക്കാം. തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി അങ്ങനെയാണ് കാല് വന്നിട്ട്. ഇനി കൈ എങ്ങനെയാന്ന് നോക്കാം. കൈ വന്നിട്ട് നമ്മൾ കടകാമ മുദ്ര പിടിച്ചിട്ട് 2 സൈഡിൽ ഇതുകൊണ്ട് വെച്ചിട്ട് തേയ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൈ നേരെ അലപത്മത്തിലോട്ട് വരുന്നു. ഹ പറഞ്ഞ് കാലുണ്ടപ്പോഴും അലപത്മത്തിൽ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത തേയ് പറയുമ്പോൾ കയ്യിൽ കടകാമുഖ മുദ്ര വരുന്നു. ഹി പറയുമ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അടുത്ത തേയ് പറയുമ്പോൾ നമ്മുടെ കൈ ഫ്രണ്ടിൽ ക്രോസ് ചെയ്ത് അലപത്മത്തിൽ വെച്ചിട്ട് ഹ ചവിട്ടുമ്പോഴത്തേക്കും കാലുണ്ടുമ്പോഴത്തേക്കും നമ്മുടെ കൈ അങ്ങനെ തന്നെ ക്രോസ് ചെയ്തിരിക്കുന്നു. അടുത്ത തേയ് പറയുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ നമ്മൾ നേരത്തെ വെച്ച പോലെ 2 സൈഡിൽ വയ്ക്കുന്നു. ഹി പറയുമ്പോഴും കൈ അവിടെ തന്നെയാണ്. അപ്പൊ അതൊന്ന് നോക്കാം എങ്ങനെയാണ്. അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് കൈ രണ്ടും കടകാമുഖ മുദ്ര പിടിച്ചിട്ട് തേയ് ഹ തേയ് ഹി തേയ് ഹ തേയ് ഹി തേയ്
തേ ഹി തേ ഹ തേ ഹി. അപ്പോൾ അങ്ങനെയാണ് സ്റ്റെപ്പ്. കൈയും കാലും കൂടി ഒരുപോലെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ധള കുത്തകത്തി കുത്തകത്തി തിന്നതും തേ ഹ തേ ഹി 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 തേ ഹ തേ ഹ തേ ഹ തേ ഹ തേ ഹി. ഇനി രണ്ടാമത്തെ ഗുരുത്വ മെത്തേഡാണ്. അതിൽ കാല് സെയിം തന്നെയാണ്, കയ്യിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. താളവും സെയിമാണ്. അപ്പം അത് നോക്കാം. അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് കൈ രണ്ടും കടകാമുഖ മുദ്ര പിടിച്ചിട്ട് കൈ നേരെ ബാക്കിലോട്ട് അരപറ്റത്തിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇങ്ങനെ ഓങ്ങി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കടകാമുഖ മുദ്രയിൽ പിടിക്കുന്നു. അതുപോലെ ഇടത് കൈയും ബാക്കിലോട്ട് അരപത്മത്തിൽ പോകുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി നേരെ കടകാമുഖ മുദ്രയിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് കയ്യിൽ വലത് കയ്യിൽ നമ്മൾ തൃപ്പതാക പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ. അതുപോലെ നേരെ ലെഫ്റ്റ് കയ്യിൽ തൃപ്പതാക മുദ്ര പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി. അപ്പം നമ്മൾ ബോഡി ഒന്ന് റൈറ്റിലോട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. പൊങ്ങിയിട്ട് അവിടെ നേരെ ഇങ്ങനെ താഴേക്ക് വരുന്നു. താഴേക്ക് എന്ന് പറഞ്ഞാൽ കോർണർ സൈഡിലോട്ട് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമ്മൾ കുതിത്ത് മെട്ടടവിൻ്റെ 3ഉം 4ഉം അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ചതിൽ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഒരുവിധം കാലിൻ്റെ പെയിനൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.